നമസ്കാരം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSUക്കാർ ആക്രമിച്ചു. കേരളം ഇന്നലെ മൊത്തം ചർച്ച ചെയ്ത വിഷയമാണ്. ന്യൂസ് ചാനലുകാർ മാറി 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 ചൂഴ്ന്നെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ഇതെല്ലാം മീഡിയ വഴി അറിയുന്നൊരു സാധാരണക്കാരൻ നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, LDF സർക്കാരിൻ്റെ ഒരു മന്ത്രിയെ ആക്രമിക്കാൻ KSUക്കാർക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി എന്നുള്ളതാണ്. ഈ മീഡിയാസ് വഴി തന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ഉത്തരവുണ്ട്. 2 ദിവസം മുമ്പ് KSUവും യൂത്ത് കോൺഗ്രസും എല്ലാം വീണ ജോർജിൻ്റെ വീട് ആക്രമിക്കുക, വീട് തടയുക, വഴി തടയുക, അങ്ങനത്തെ ഉള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ SFIയും DYFIയും ഒരു താക്കീത് കൊടുത്തിരുന്നു. ഇനിയും നിങ്ങൾ തുടരുകയാണെങ്കിൽ അതിനെ SFIയും DYFIയും നേരിടുമെന്ന്. അപ്പോൾ അതിനൊരു പ്രകോപനമായിട്ടായിരിക്കണം ഇവർ വീണ്ടും ആക്രമിക്കാൻ ചെല്ലുന്നത്, ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ ആക്രമണം നടന്നു? ഇവിടെ എന്ത് വന്നാലും തൂണും തുരുമ്പും എല്ലാം ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾ, ന്യൂസ് ക്യാമറാസ്, മീഡിയാസ്, ഒറ്റ വീഡിയോയിൽ പോലും മിനിസ്റ്ററിനെ ആരും ആക്രമിക്കുന്നത് കാണിച്ചിട്ടില്ല. ആക്രമിക്കുന്നത് പറയുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആർക്കും കിട്ടിയില്ല? RPFൻ്റെ CCTV ദൃശ്യം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളതൊരു ഡൗട്ടാണ്, ഒരു സാധാരണക്കാരൻ്റെ ഡൗട്ടാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം വാചാലമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നൊരു സംഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ. CPIഎമ്മും DYFIയും KSUവിനെ ആക്രമിക്കുക, യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളമാണ് നാട്ടിൽ നടക്കുന്നത്. ബസ്സുകളിൽ കരിയോയിൽ തേക്കുക, ബ്ലാക്ക് സ്പ്രേ അടിക്കുക, പരസ്യങ്ങളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കലാപ സമാനമായ സാഹചര്യമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണ്? ഇത് മൂന്നും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസും LDFും ചേർന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുകയാണെന്നുള്ളത്. ഇതൊരു നാടകമല്ലേ എന്നുള്ളത്. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും ഈ ശ്രദ്ധ എല്ലാവരിൽ നിന്നും തിരിക്കാൻ നോക്കുകയാണ്. കേരളത്തിലുള്ള ജനതയെ 2ഓ 3ഓ ആയിട്ട് തരംതിരിക്കാം. ഹിന്ദു മുസ്ലിം എന്നല്ല, LDF UDF എന്ന രീതിയിൽ. പിന്നെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് BJPക്കാരും. അപ്പോൾ ഭൂരിഭാഗം വരുന്ന 2 സംഘടനകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവിലിറങ്ങി യുദ്ധമാണ് നടക്കുന്നത്. ഇതൊരു കലാപത്തിന് സമാനം തന്നെയാണ്. ഇതിനൊക്കെ എണ്ണയൊഴിക്കാനായിട്ട് മാധ്യമങ്ങളിവിടെ ഉണ്ട്. ഇനി അവസാനത്തതും ഏറ്റവും പ്രസക്തവുമായൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ മാങ്ങാത്തൊലി തടയൽ നടന്നത്? കുറച്ച് ദിവസം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു സർജറിയുടെ പേരിൽ, സിസേഴ്സിൻ്റെ പേരിൽ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനെതിരെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരെടുക്കേണ്ട നടപടികളെല്ലാം എടുത്തു. പിന്നെ എന്തിനാണ് ഈ വഴിതടയൽ? ആരെ ബോധ്യപ്പെടുത്താനാണ്? എന്തിനാണ് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് നാടിനെ? ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷെ അതിനുശേഷം നടന്ന ആക്രമണങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക്. അപ്പം അത് നമ്മൾ ചോദിക്കുക തന്നെ വേണം.